ഇന്ന് കേരളീയ സമൂഹത്തിൽ ഉയർന്നുവരുന്ന പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട്. നീതിയുടെ സംരക്ഷകരാവാൻ നിങ്ങൾ കൂടെയുണ്ടോ? നീതിയുടെ വിവേചനത്തിനിടയാവുന്ന കേരളത്തോടൊപ്പം നിങ്ങൾ കൂടെയുണ്ടോ? അഗതികളുടെ സംരക്ഷകരാവാൻ നിങ്ങൾ കൂടെയുണ്ടോ? കേരളം ഇന്ത്യയുടെ ഭാഗമാണെന്ന് പറയാൻ നിങ്ങൾ കൂടെയുണ്ടോ? ഈ ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഇത് ഈ നാട്ടിലെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളെ മുഴുവൻ ആ ചോദ്യത്തിന് മറുപടി പറയാൻ പ്രേരിപ്പിക്കുകയാണ് സർ. കേരളത്തിൻ്റെ സാമൂഹ്യ നേട്ടങ്ങളാകെ സംരക്ഷിച്ച് ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വളർച്ച എങ്ങനെ കൈവരിക്കാം എന്ന അന്വേഷണങ്ങളാണ് കഴിഞ്ഞ 8 വർഷമായി LDF സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നു. വികസനവും സാമൂഹ്യനീതിയും ഉറപ്പാക്കിയുള്ള മുന്നേറ്റമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മുതലാളിത്ത വികസന പാതയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയുടെ ഭാഗമായിരിക്കുമ്പോൾ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു തനിമയാർന്ന പാതയിലൂടെയുള്ള സർക്കാരിൻ്റെ യാത്ര തുടരുകയാണ്. അങ്ങനെയൊരു ബദൽ സാധ്യമാണെന്നും അത് അർത്ഥപൂർണമായി നടപ്പാക്കാനാകുമെന്നും തെളിയിച്ചതിൻ്റെ സാക്ഷ്യപത്രമാണ് 25-26 അവതരിപ്പിച്ച ബഡ്ജറ്റ് എന്ന് നമുക്ക് കാണാൻ കഴിയും. കേരളം ഇപ്പോൾ അതിവേഗ സാമ്പത്തിക വളർച്ചയുടെ പുതിയ ഘട്ടത്തിലാണ്. നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിച്ചു, ധനക്കമ്മി കുറഞ്ഞു, റവന്യൂ കമ്മി കുറഞ്ഞു, ധനരംഗത്തുണ്ടായിരുന്ന പ്രതിസന്ധി മാറിക്കിട്ടി. നിർണായക ഘട്ടത്തെ നാം അതിജീവിച്ചുവെന്ന ധനമന്ത്രി തന്നെ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം നമുക്ക് ഓർമ്മയുണ്ട്. എല്ലാ വെല്ലുവിളികളെയും നേരിട്ട് നാം നവകേരളത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി നാം പുതിയ കുതിപ്പിലേക്കാണ്. ഇതുവരെ നാം കൈവരിച്ച നേട്ടങ്ങൾ, അതോടൊപ്പം പുതിയ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള പുതിയ പദ്ധതികൾ, ഇവയെല്ലാം വ്യക്തമാക്കിയ ബഡ്ജറ്റാണ് 25-26 ബഡ്ജറ്റ്. ഇന്ത്യൻ ഫെഡറൽ റിപ്പബ്ലിക് എന്ന സങ്കല്പം തന്നെ തകർക്കുന്ന ഒരു കാലം, അധികാരവും പണവുമെല്ലാം കേന്ദ്രം കൈയടക്കി വച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ഒതുക്കാൻ ശ്രമിക്കുന്ന സാഹചര്യം, ഇടതുപക്ഷമാണ് കേരളം ഭരിക്കുന്നത് എന്നതിനാൽ എല്ലാ വരുമാന മാർഗങ്ങളും സംസ്ഥാനത്തിന് നിഷേധിക്കപ്പെട്ടു. അപ്പോഴാണ് ഈ സമൂഹത്തിൽ ഉയർന്നു വന്ന ചോദ്യം, നീതിയുടെ സംരക്ഷകരാവാൻ നിങ്ങൾ കൂടെയുണ്ടോ? നീതിയുടെ വിവേചനത്തിനിടയാവുന്ന കേരളത്തോടൊപ്പം നിങ്ങൾ കൂടെയുണ്ടോ എന്ന് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ ഈ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നത്. 2 ലക്ഷം കോടി രൂപയുടെ വരവും അത്രയും തന്നെ ചെലവും ഉൾക്കൊള്ളുന്നതാണ് 2025-26 ബഡ്ജറ്റ്. കേരളം ഇതംപര്യന്തം ആദ്യമായി 2 ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ഈ സംസ്ഥാനം സാമ്പത്തിക രംഗത്ത് വളർന്നു എന്നത് എന്തുകൊണ്ടും അഭിനന്ദനീയമാണ്. ഇത് ഒരു സാമ്പത്തിക പുരോഗതിയെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. 2 ലക്ഷം കോടി രൂപയുടെ ഒരു ബഡ്ജറ്റ്, അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ സംസ്ഥാനം അത്രമാത്രം സാമ്പത്തിക വളർച്ച കൈവരിച്ചിരിക്കുന്നു. കേരളീയ സമൂഹത്തിലുണ്ടാവുന്ന ചെറിയ മാറ്റങ്ങൾ ഉൾപ്പെടെ വിശകലനം ചെയ്തും ലോക സാഹചര്യങ്ങൾ വിലയിരുത്തിയും വരുംകാല കേരള വികസനത്തെ രൂപപ്പെടുത്തേണ്ടതുണ്ട്. ഇന്നത്തെ സന്ദർഭത്തിൽ നഗരവൽക്കരണത്തിൻ്റെ തോത് വർദ്ധിക്കുന്നതും ജനസംഖ്യയിൽ പ്രായമായവരുടെ എണ്ണം അധികരിക്കുന്നതും വിദേശ കുടിയേറ്റം വ്യാപകമാകുന്നതും കേരളത്തിലെ ജനനനിരക്ക് കുത്തനെ ഇടിയുന്നതും എല്ലാം ബഡ്ജറ്റ് വളരെ സൂക്ഷ്മവും ഗൗരവത്തോടു കൂടിയാണ് വിലയിരുത്തിയിട്ടുള്ളത്. ഭാവി കേരളത്തിൻ്റെ വികസന മുൻഗണനകൾ ചിട്ടപ്പെടുത്തുമ്പോൾ ഈ ഘടകങ്ങളെല്ലാം കണക്കിലെടുക്കേണ്ടതുണ്ട് എന്ന് ബഡ്ജറ്റ് വ്യക്തമാക്കുന്നുണ്ട്.
കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം രാജ്യത്തു തന്നെ ഏറ്റവും മികച്ചതാണ്. ഇന്ത്യ ഗവൺമെൻറ് തന്നെ രാജ്യത്തെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് അന്തരീക്ഷമുള്ള സംസ്ഥാനമായി കേരളത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇക്കഴിഞ്ഞ കൊച്ചിയിലെ ഇൻവെസ്റ്റേഴ്സ് ഗ്ലോബൽ സബ്മിറ്റ് വഴി 1.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നൽകാൻ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും വ്യവസായികൾ കടന്നു വന്നത് അഭിമാനത്തോടു കൂടിയാണ് നാം ഓർക്കുന്നത്, ആവേശത്തോടു കൂടിയാണ് ഓർക്കുന്നത്. തൊഴിലില്ലാത്ത യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാവസായിക രംഗത്ത് കേരളം പുരോഗമിക്കുന്നത് അവർക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ആശാവഹമായ പുരോഗതിയാണ് വ്യാവസായിക രംഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് തന്നെ പുരസ്കാരങ്ങൾ നിരവധി മേഖലകളിൽ നമ്മൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ലക്ഷ്യബോധത്തോടു കൂടി കേരളത്തിലെ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഗുണഫലമാണ് സാർ കേരളത്തിൽ വന്നു ചേർന്നത്. കേന്ദ്രം ഈ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി. നിറങ്ങൾ കൊണ്ട് പിടിപ്പിച്ച ബഡ്ജറ്റ്, വർണ്ണം കൊണ്ട് പിടിപ്പിച്ച ബഡ്ജറ്റ്, നിരവധി വർണ്ണങ്ങളാൽ പൊതിഞ്ഞ ബഡ്ജറ്റ്. വിഭവസമാഹരണത്തിലും ചെലവഴിക്കലിലും കേന്ദ്ര സംസ്ഥാനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന അന്തരം കുറയ്ക്കുന്നതിനുള്ള യാതൊരു ശ്രമവും കേന്ദ്ര ധനകാര്യമന്ത്രി അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റിലില്ല. കൃഷി, വ്യവസായം, കയറ്റുമതി, നിക്ഷേപം എന്നീ മേഖലകളെ വളർച്ചയുടെ എൻജിൻ അഥവാ യന്ത്രമായി, അതാണ് പുതിയ പ്രയോഗം, അതാണ് അങ്ങനെയൊരു എൻജിൻ ആയി പറഞ്ഞെങ്കിലും ഇവയ്ക്ക് വേണ്ടി വിഭവം ബഡ്ജറ്റിലൂടെ നീക്കിവെക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം നമുക്കറിയാം. വയനാട് ദുരന്ത നിവാരണത്തിനായി സംസ്ഥാനം സമർപ്പിച്ച പാക്കേജ് തള്ളിക്കളഞ്ഞു. 35 ലക്ഷം കോടി വരവും 50 ലക്ഷം കോടി ചെലവും പ്രതീക്ഷിക്കുന്ന കേന്ദ്ര ബഡ്ജറ്റ് 15 ലക്ഷം കോടി കടമെടുക്കണം എങ്കിലേ വർഷാന്ത്യം ബഡ്ജറ്റ് നിർദ്ദേശം നടപ്പിലാക്കാനാവും. 15 ലക്ഷം കോടി കടമെടുക്കാൻ നിർദ്ദേശിക്കുന്നത് LIC 70% കഴിഞ്ഞ കാലങ്ങളിൽ വിറ്റഴിച്ചതെങ്കിൽ ബാക്കി വരുന്ന 30% കൂടെ വിറ്റഴിക്കുകയാണ്. പൂർണ്ണമായും LIC വിറ്റഴിക്കപ്പെടുകയാണ്. 57,000 കോടി രൂപയാണ് പൊതുമേഖല വിറ്റഴിച്ചുകൊണ്ട്, ഷെയറുകൾ വിറ്റഴിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് സംഭരിക്കാൻ ബഡ്ജറ്റ് നിർദ്ദേശം വ്യക്തമാക്കുന്നത്. നമ്മുടെ രാജ്യത്ത് സമാഹരിക്കുന്ന വിഭവം ക്രമമായി കോർപ്പറേറ്റുകൾക്ക് കൈമാറുന്ന കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നില തുടർന്നാൽ ഈ വർഷാന്ത്യം 200 ലക്ഷം കോടി രൂപയുടെ കടക്കാരായി ഇന്ത്യ രാജ്യം മാറും. അവരാണ് പറയുന്നത് നമ്മുടെ കേരള സംസ്ഥാനം വളർച്ചയ്ക്ക് വേണ്ടി കടമെടുക്കാൻ പാടില്ല. ഈ അനീതി നിലനിൽക്കുകയാണ് സാർ. ഈ ഒരു സാഹചര്യത്തിൽ കേരളം, ബദൽ ഉയർത്തുന്ന കേരളം, ഈ ഗവൺമെൻറ് അവതരിപ്പിച്ച ധനവിനിയോഗ ബില്ലിനെ ഞാൻ പിന്തുണയ്ക്കും.